നമസ്കാരം. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ ബിസ്ക്കറ്റുകളും തന്നെ മൈദ ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ മൈദ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിലെങ്കിലും മൈദയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ബിസ്ക്കറ്റുകൾ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റണം. കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ബിസ്ക്കറ്റുകൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈദ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ ഓവനോ കുക്കറോ ഇല്ലാതെ നമ്മുടെ ദോശത്തട്ടിൽ തന്നെ എളുപ്പത്തിൽ ഈ ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റാണ്, മസാല ബിസ്ക്കറ്റ്. പണ്ട് ഒരുപാട് കഴിച്ചിരുന്നു, ഇപ്പോൾ ബേക്കറികളിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്കിത് കഴിച്ചപ്പോഴും കിട്ടിയത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി. മൈദയും പഞ്ചസാരയും ചേർക്കാത്ത വിഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാവുന്നതാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ചേർക്കുകയാണ്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഞാൻ ഗോതമ്പ് പൊടിയാണ്. 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പോൾ ഞാൻ ഇതുപോലെ 1 കപ്പിൻ്റെയും 1/2 കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെയും കപ്പിൽ എടുത്തിട്ട് ചേർക്കുകയാണ് 1.25 കപ്പ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മെഷറിംഗ് കപ്പാണോ ഉള്ളത് ആ മെഷറിംഗ് കപ്പിൽ 1.25 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതുപോലെയുള്ള മെഷറിംഗ് സ്പൂണിൽ തന്നെ ചേർക്കണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഗോതമ്പ് പൊടി വെച്ചിട്ട് സാധാരണ കുക്കീസും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല അരച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ മുളക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളകാണ് ഞാൻ ചേർത്തത്. ഇത് ഞാൻ 2 മുളകാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 3-4 കഷ്ണം ഇഞ്ചി ചേർത്തു, ചെറുതായി അരിഞ്ഞത്. അതുപോലെ 1 കഷ്ണം വെളുത്തുള്ളി ചേർത്തു. ഇനി 1 കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തത്, 2 ഏലക്ക ചേർത്തു. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലത്തെ തരിതരിപ്പായിട്ട് ഒന്ന് ചതച്ചെടുത്തു. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറെ ഒരു ബൗളെടുത്തു. അതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്തു. ഇതിപ്പോൾ ഞാൻ ഉപ്പില്ലാത്ത വെണ്ണയാണ് ചേർത്തത്. ഇപ്പോൾ നിങ്ങൾ ഉപ്പുള്ള വെണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പൊടിയിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു, അത് ചേർക്കണ്ട. അപ്പോൾ ഉപ്പില്ലാത്ത വെണ്ണ ആയതുകൊണ്ട് ഞാൻ ഉപ്പ് വേറെ ചേർത്തു എന്നേ ഉള്ളൂ. 1/4 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കുക്കീസും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബട്ടർ ഇതുപോലെ കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. അപ്പം നമുക്ക് 2 മുട്ടയാണ് ആവശ്യം. ഓരോന്നായിട്ട് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും തണുപ്പ് മാറിയതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് അടുത്ത മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തടിത്തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഫോർക്കായാലും മതി. നന്നായി മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ ഈ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്.
നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ മോന് കൊടുക്കുന്നത് കൊണ്ട് എരിവൊക്കെ കുറച്ചാണ് ഇട്ടേക്കണേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മസാലയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം, എരിവ് കൂട്ടാം. അരിച്ച് മാറ്റി വെച്ച പൊടിയിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്തു. ഇനി ആ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കേക്കും കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ പൊടിയിൽ മിക്സ് ചെയ്തിട്ട് വേണം എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാനായിട്ട്. അത് കുറേശ്ശെ നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ചേർത്താൽ കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഓരോ ട്രിപ്പായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുക്കീസ് ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അത് സക്സസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നോളും ബേക്കിങ്ങിന്. ഇത് നമ്മൾ സാധാരണ ദോശക്കല്ല് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഒരു സ്നാക്ക് ഉണ്ടാക്കണ പോലെ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ സ്റ്റൗ ടോപ്പിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കുക്കീസിൻ്റെ റെസിപ്പീസ് ചെയ്തിരുന്നു. അപ്പോൾ അതും കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. എല്ലാം കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് എടുത്ത് ഓരോ ഉരുളകളാക്കി ഷേപ്പ് ചെയ്ത് നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് ഹാർഡായി വരണം. ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണ്. മാവ് ഞാനിതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പം ഞാൻ അതെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തു. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് പരത്താനായിട്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്തത്. അലുമിനിയം ഫോയിൽ മുകളിൽ വെച്ചിട്ട് വേണം ചപ്പാത്തി റോളർ കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ മുകളിൽ വെച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ചപ്പാത്തി കോലുമേ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള കട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിലുള്ള കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഷേപ്പിലും ഉണ്ടാക്കാം. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ അളവിൽ ഏകദേശം ഒരു 25 കുക്കീസാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഷേപ്പും വലിപ്പം അനുസരിച്ച് കുക്കീസിൻ്റെ അളവും മാറും. ഇനി നിങ്ങളിത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം 10 മിനിറ്റ്. അതിനുശേഷം ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ദോശക്കല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഗ്യാസിൽ പാൻ വെച്ചു. ഇനി നമുക്കിതിന് 2 പാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചു. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്ന് ചൂടാക്കി. അതിനുശേഷം അടുത്ത പാൻ വെച്ചു. ഇനി ആ പാനിൻ്റെ മുകളിൽ ആ പാനൊന്ന് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് ചൂടില്ലാണ്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ട് വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ബട്ടർ പേപ്പറോട് കൂടി തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് വെക്കുകയാണ്. ബിസ്ക്കറ്റിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ടുള്ളത് കാരണം അത്യാവശ്യം പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സ്പേസ് ഇട്ടിട്ട് വേണം ബിസ്ക്കറ്റ് വെക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ ബേക്ക് ചെയ്തെടുക്കാം.
ഏകദേശം ഒരു 20 മിനിറ്റ് ആയി. നമുക്കൊന്ന് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ കണ്ടറിയാം ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് മറച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് താഴെയൊക്കെ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് പൊട്ടിച്ച് നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായി ചൂടാറണം. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നന്നായി ചൂടാറട്ടെ, അതിനുശേഷം നമുക്ക് കഴിച്ചു നോക്കാം. ഇതിങ്ങനെ എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ട്രിപ്പ് ബിസ്ക്കറ്റ് ഇതിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിലൊക്കെ ബേക്ക് ചെയ്യണേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് ഇതുപോലെ ദോശക്കല്ലിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ മസാല ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ ബിസ്ക്കറ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.